ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് വിൻ ടുഗദർ കേരള PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഗ്രി പ്രിലിമിനറി എക്സാംസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ടോപ്പിക് വൈസ് നോക്കാം. ഹിസ്റ്ററിക്ക് 10 മാർക്കാണ് ലഭിക്കുന്നത്. ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് വരുന്നുണ്ട്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ് വരുന്നുണ്ട്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇവയാണ് കേരള ഹിസ്റ്ററിയിൽ വരുന്നത്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മിഡീവൽ ഇന്ത്യ വരുന്നുണ്ട്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചേഴ്സ് ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, India's independent, post-independent period, state reorganization, development in science, education and technology, foreign policy, political history after 1951. ഇതെല്ലാമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നത്. ഇനി വേൾഡ് ഹിസ്റ്ററിയിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇതെല്ലാമാണ് വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സും കൂടെ വരുന്നുണ്ട്. ഇനി ജോഗ്രഫിക്ക് 5 മാർക്കാണുള്ളത്. അതിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂ, ഗ്ലോബൽ വാർമിംഗ്, വാരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്, മാപ്സ്, topographic maps and science, remote sensing, geographic information system, oceans and its various movements, continents, world nations and its specific features തുടങ്ങിയവയാണ് ഇവയിൽ വരുന്നത്. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ ഫിസിയോഗ്രാഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലർ പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ തുടങ്ങിയവയാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത്. ഇനി കേരള ജോഗ്രഫിയിൽ ഫിസിയോഗ്രാഫി വരുന്നുണ്ട്, ഡിസ്ട്രിക്റ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ തുടങ്ങിയവയും വരുന്നുണ്ട്. ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സും ഇതിൽ പെടുന്നുണ്ട്. ഇനി എക്കണോമിക്സിന് 5 മാർക്കാണുള്ളത്. ഇതിൽ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5 ഇയർ പ്ലാൻസ്, പിന്നെ നിതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബജറ്റ്, ഫിസിക്കൽ പോളിസി, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് തുടങ്ങിയവയാണ് എക്കണോമിക്സിൽ ഉൾപ്പെടുന്നത്. ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട്. ഇനി സിവിക്സിന് 5 മാർക്കാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, then Lokpal and Logayukta, government, executive, judiciary, legislature, election, political parties, human rights organizations, പിന്നെ act and rules regarding consumer protection, watershed management, labor and employment, national rural employment policies, land reforms, protection of women, children and old age people, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ തുടങ്ങിയവയാണ് സിവിക്സിൽ പെടുന്നത്. ഇതുകൂടാതെ കറണ്ട് അഫയേഴ്സും ഇതിൽ പെടുന്നുണ്ട്. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്,
എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് തുടങ്ങിയവയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പെടുന്നത്. ഇതുകൂടാതെ കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട്. ഇനി അടുത്തത് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിന് 10 മാർക്കാണ് വരുന്നത്. ഇതിൽ കലയിൽ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ ഇത് ഉൾപ്പെടുന്നു. അടുത്തത് കായികമാണ്. കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പിന്നെ പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സിൽ എന്തൊക്കെയാണ്? അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്. അടുത്തത് ഏഷ്യൻ ഗെയിംസ് ആണ്. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് വരുന്നുണ്ട്, കോമൺവെൽത്ത് ഗെയിംസ് വരുന്നുണ്ട്, സാഫ് ഗെയിംസ് വരുന്നുണ്ട്. ഇതിന്റെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുക്കൾ. അടുത്ത ദേശീയ ഗെയിംസ് വരുന്നുണ്ട്. ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ തുടങ്ങിയവയാണ് കായിക ഇനത്തിൽ ഉൾപ്പെടുന്നത്. അടുത്ത സാഹിത്യമാണ്. സാഹിത്യത്തിലെ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ? ആദ്യ കൃതികൾ, കർത്താക്കൾ, പിന്നെ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും തുടങ്ങിയവ എന്താണ് സാഹിത്യത്തിൽ ഉൾപ്പെടുന്നു. അടുത്തത് സംസ്കാരമാണ്. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ പ്ലസ് കറണ്ട് അഫയേഴ്സ്. ഇനി അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിന് 5 മാർക്കാണുള്ളത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ചോദിക്കുന്നത്. പിന്നെ ഹാർഡ്വെയർ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്, പിന്നെ സോഫ്റ്റ്വെയർസിലെ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെന്താണ് പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് ഏതൊക്കെയാണ്? അതിൽ വേർഡ് പ്രൊസസ്സർ വരുന്നുണ്ട്, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ്, പാക്കേജസ്, പ്രസന്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്. ഇതിന്റെ യൂസസ്, ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഒക്കെയാണ് ചോദിക്കുന്നത്. അടുത്തത് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. അതിൽ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ, ഇതെല്ലാമാണ് വരുന്നത്. ഇതിൽ ലാംഗ്വേജ് ആവശ്യമായിട്ടില്ല, ലാംഗ്വേജ് കൺസിഡർ ചെയ്യില്ല, അതായത് കമ്പ്യൂട്ടർ ലാംഗ്വേജ് കൺസിഡർ ചെയ്യില്ല. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. അതിലെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഏതൊക്കെയാണ്? ലാൻ, വാൻ, മാൻ, അതിൻ്റെ ഫീച്ചേഴ്സും അപ്ലിക്കേഷൻ ഏരിയാസും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഡിവൈസസ് ഏതൊക്കെയാണ്? മീഡിയ, സ്വിച്ച്, ഹബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇതിൻ്റെ എല്ലാം യൂസസ് എന്തൊക്കെയാണ്? അടുത്തത് ഇന്റർനെറ്റിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, അതിൻ്റെ എക്സാമ്പിൾസും പർപ്പസും, പിന്നെ സോഷ്യൽ മീഡിയ, എക്സാമ്പിൾസും ഫീച്ചേഴ്സും, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, ബേസിക്സ് മാത്രം, ബേസിക്സ് ഓൺലിയാണ് ചോദിക്കുന്നത്. അടുത്ത സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ആണ്. അതിൽ ടൈപ്സ് ഓഫ് ക്രൈംസ് ഉണ്ട്, അവയർനെസ് ലെവലാണ്, IT ആക്ട് ആൻഡ് അതർ ലോസ് ഉണ്ട്, പിന്നെ കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്ത സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 5 മാർക്കാണുള്ളത്. സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസീസ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇന്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, their activities and contributions, contribution of prominent Indian scientists. Then വരുന്നത് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് ആണ്. ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ISRO, its activities and achievements, various satellites programs, DRDO vision, mission and activities. Then energy requirement and efficiency,
India's existing energy needs and deficit, India's energy resources and dependence, renewable and non-renewable energy sources, energy policy of India, government policies and programs, energy securities and nuclear policies of India. Then environmental science issues and concerns related to environment, its legal aspects, policies and treaties for the protection of environment at the national and international level, environment protection for sustainable development. Then biodiversity, its importance and concerns, climate changes, international initiatives, policies and protocols, and India's commitments, Western Ghats, features, characteristics and issues, forest and wildlife, legal framework for forest and wildlife conservation in India, environmental hazards, pollution, carbon emission, global warming, then development in biotechnology, green technology and nanotechnology plus current affairs. ഇനി അടുത്തത് എന്താണ്? സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. 20 മാർക്കാണ് ഇതിനുള്ളത്. ഒന്നാമത്തെ വരുന്നത് ലഘുഗണിതമാണ്, സിമ്പിൾ അരിത്മെറ്റിക്, അതിന് 10 മാർക്കാണ് ഉള്ളത്. ഇതിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ. ഇനി അടുത്തത് മാനസിക ശേഷിയാണ്. അതിന് 10 മാർക്കാണ് ഉള്ളത്. ഇതിലെ ശ്രേണികൾ സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ വരുന്നുണ്ട്, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്, സ്ഥാനനിർണയ പരിശോധന വരുന്നുണ്ട്, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യ അവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. അടുത്തത് ജനറൽ ഇംഗ്ലീഷ് ആണ്. 20 മാർക്കാണ് ഉള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ആണ്. അതിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട്സ് ആൻഡ് വേർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ്സ്, ടെൻസസ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, prepositions, the uses of correlatives, direct and indirect speech, active and passive voice, correction of sentences, degrees of comparisons. അടുത്തത് വൊക്കാബുലറി ആണ് വരുന്നത്. അതിന് 10 മാർക്കാണ് ഉള്ളത്. സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ചസ് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആന്റോണിംസ്, ഫ്രേസൽ വേർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, words often confused, spelling test, idioms and their meanings, expansion and meaning of common abbreviations. ഇതെല്ലാമാണ് ഇതിൽ വരുന്ന വൊക്കാബുലറിയിൽ വരുന്നത്. പിന്നീട് മലയാളമാണ്. മലയാളത്തിന് 10 മാർക്കാണ് ഉള്ളത്. അതിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർക്കുക, ഇവയാണ് സിലബസ് ഉള്ളത്. മാർക്കിനനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും കൊടുക്കുന്നത് നല്ലതായിരിക്കും. എങ്കിലും നമുക്ക് എളുപ്പത്തിൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും നോക്കണം. സോ അങ്ങനെ മാർക്കിനനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്